നമസ്കാരം, വണക്കം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടും വെളുക്കാനുമായിട്ടൊക്കെ കണ്ണിൽ കണ്ട ക്രീമുകളൊക്കെ വാങ്ങി പുരട്ടുന്നവർ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം ഊരും പേരുമില്ലാത്ത പല ക്രീമുകളും ഉപയോഗിക്കുമ്പോഴേക്കും അത് വൃക്കരോഗം വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മെംബ്രനസ് നെഫ്രോപ്പതി MN എന്ന് പറയുന്ന ഒരു അപൂർവതരം വൃക്കരോഗം ഇതുപോലെ ഈ ക്രീമൊക്കെ ഉപയോഗിക്കുന്നവരിൽ കാണപ്പെട്ടു വരുന്നുണ്ട്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ, വൃക്കയുടെ അരിപ്പയ്ക്ക് കേടുവരികയും പ്രോട്ടീൻ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഈ രോഗം കണ്ടെത്തിയവരിൽ പലർക്കും തൊലി വെളുക്കുവാനായിട്ട് ഉയർന്ന അളവിൽ ലോഹമൂലകങ്ങൾ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിച്ചവരാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് പേരിലാണ് ഈ അസുഖം കണ്ടെത്തപ്പെട്ടത്. ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ SP-ക്കും നമ്മുടെ ADGP-ക്കും പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും. 101%. അപ്പോൾ സാധാരണ ഉപയോഗിച്ച ക്രീമുകളിൽ ഉൽപ്പാദകരെ സംബന്ധിച്ചോ അതിലെ ചേരുവകൾ സംബന്ധിച്ചോ വിവരം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിൽ വന്നിട്ട് ഇറക്കുമതിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ, പിന്നെ ഇറക്കുമതി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരും മേൽവിലാസവും ഇതൊക്കെ രേഖപ്പെടുത്തണം എന്നുള്ളൊരു ചട്ടമുണ്ട്. അപ്പോൾ ഈ വാങ്ങുന്ന ഉപഭോക്താക്കളും ഇതൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് വാങ്ങിക്കാൻ പാടുകയുള്ളൂ. കേരളത്തിൽ വിൽക്കുന്ന സൗന്ദര്യവർദ്ധക ക്രീമുകളിൽ പലതരം സ്റ്റിറോയിഡുകളൊക്കെ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുഖത്ത് പുരട്ടുമ്പോഴേക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ മുഖം വെളുപ്പിക്കുവാനായിട്ട് ശ്രമിച്ചതിൻ്റെ പാർശ്വഫലങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ സ്റ്റെറോയിഡിൻ്റെ പ്രവർത്തനം മൂലം മുഖത്തെ ചർമ്മം കട്ടി കുറഞ്ഞ് നശിക്കുമ്പോൾ അതിൽ അല്പം വെളുപ്പും തിളക്കവും ഒക്കെ തോന്നാം. പക്ഷേ അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ ഏറെ അപകടകരമായിട്ടുള്ള ഈ വെളുപ്പിക്കൽ ക്രീമുകൾ പല വഴികളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അത് ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും, പിന്നെ മെഡിക്കൽ സ്റ്റോറിലെ ഓവർ ദ കൗണ്ടർ, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത വിൽപ്പനയിൽ കൂടിയും, ബ്യൂട്ടി പാർലറിൽ കൂടിയും, മാത്രമല്ല സോഷ്യൽ മീഡിയ, യൂട്യൂബും ഇതിൽ ഒക്കെ കൂടിയും ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങളുടെ പരസ്യം വളരെ വ്യാപകമാണ്. ഇപ്പോൾ നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ പോലും ഒരുപാട് ഓൺലൈൻ ഷോപ്പുകളിലെ പരസ്യമൊക്കെ കാണുവാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ ഈ ഫെയർനെസ് ക്രീമുകളൊക്കെ ചർമ്മത്തിന് വെളുപ്പൊന്നും നൽകുന്നില്ല, വെറുതെ അത് ഒരു കരിവാളിപ്പ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിന് സഹായിക്കുന്നത് തീർച്ചയായിട്ടും ഇതിലെ ചില കെമിക്കൽസ് തന്നെയാണ്. ആ കെമിക്കൽസ് ആകട്ടെ ചർമ്മത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും ദോഷം വരുത്തുന്നവയാണ്. അതിനാൽ ഒരിക്കലും ഇവയെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ കേട്ടത് വന്നിട്ട് ഡോക്ടർ രമ, ഡൽഹി മലയാളി കൂട്ടായ്മയുടെ ചുമതല വഹിക്കുന്ന ഒരു അധികാരിയാണ് പുള്ളിക്കാരി. ഈ പുള്ളിക്കാരി മുമ്പും സോണിയ മൽഹാർ, ജയസൂര്യയുടെ വിഷയത്തിലൊക്കെ ഇടപെട്ടിരുന്നു, വ്യാജ പരാതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി സമൂഹത്തിന് വേണ്ടി ധാരാളം നന്മകൾ ചെയ്യുന്ന ഒരു ആളാണ്. പുള്ളിക്കാരി ജനസേവനത്തിൽ വളരെയധികം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു. കുട്ടികളെ, ഞാൻ രമ, ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്നൊരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിങ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡൻ്റാണ്. എൻ്റെ പേരിലൊരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല, എങ്കിലും എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഡൽഹി മലയാളി അസോസിയേഷനെന്നോ എയിമ എന്നോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എയിമയുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷനും ഭാരവാഹിയല്ല. ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന 1832 അതിൻ്റെ രജിസ്റ്റേർഡ് നമ്പർ. ഇതിൽ എന്താണ് വിഷയമെന്ന് പറഞ്ഞാൽ,
നമ്മുടെ ഈ ഷാജി അടുത്തിടെ ഒരു ക്രീമൊക്കെ വിൽക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അപ്പോൾ രമ മാഡത്തിന് ഷാജിദയോട് ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ല, പ്രതികാരമോ ദേഷ്യമോ ഒന്നുമില്ല. നാളത്തെ തലമുറയ്ക്ക് ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഒരു ദോഷമായിട്ട് വരരുത്, അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കണം എന്നൊരു ചിന്താഗതിയാണ് ഈ രമ മാഡത്തിന്. അപ്പോൾ ഷാജിദ ആ ക്രീം വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പുള്ളിക്കാരി അത് ഉണ്ടാക്കുന്നത് പോലെ തോന്നുന്നില്ല, അതെവിടെ നിന്നും പുള്ളിക്കാരിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്ക് നിന്ന് ആ ഒരു മീഡിയേറ്ററായിട്ട് വിൽക്കുന്നു, അതിൽ നിന്നും ഏതോ കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഷാജിദയ്ക്കും അതിലടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ചിട്ട് അറിവുണ്ടാവില്ല. കാരണം സാധാരണ ലാബ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിലടങ്ങിയിട്ടുള്ള വസ്തുക്കളെ കുറിച്ചിട്ട് ഉള്ളത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. 1832 ഇത് വേണമെങ്കിൽ ആറ്റിയിട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും. ഞാനതിൽ പ്രതികരിച്ചത്, ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം. നമുക്ക് മക്കളെ പ്രസവിക്കാം, പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല, അവരെൻ്റെ മിത്രമല്ല, എനിക്കവരറിയത്തില്ല. 38 വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുത തോന്നേണ്ട കാര്യമില്ല. സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് കോർട്ടിൽ നിന്നൊരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടിയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു 6 തവണ നാട്ടിൽ വരുന്ന, അതായത് ശനിയും ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയും ഞായറും, ശനിയാഴ്ച വരും, ഞായറാഴ്ച രാത്രി നിൽക്കും, തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല. പിന്നെ എനിക്ക് മുഖമില്ലാതെയില്ല, എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട്, എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ്. നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമയെ ചോദിച്ചാൽ അറിയില്ല. ഡൽഹി മലയാളി കൂട്ടായ്മയുടെ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം. കാട്ട് വെറൈറ്റീസ് അതെൻ്റെ വിഷയമല്ല. ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് അതിനൊട്ട് സമയമുള്ള ഒരാളുമല്ല. നമുക്കിവിടെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചാനലല്ല, ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു, വിളിക്കുന്നു, അങ്ങനെയുള്ള കുറേ ചാനലുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറേ ചാനലുകൾ, അതായത് കുറേ പേര് എനിക്ക് കുറേ സ്ക്രീൻഷോട്ടുകളും കുറേ ലിങ്കുകളും ഒക്കെ അയച്ചു. ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. കോടതിയിലെ കാര്യമാണ് അത്. ചിലപ്പോൾ പതുക്കെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ആക്ഷൻ ഉണ്ടായാലും ഇപ്പോൾ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത, അത് വിജയിക്കാതിരിക്കാം, അത് ശിക്ഷ കിട്ടാൻ, ശിക്ഷിക്കാതിരിക്കാം. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാൻ അധികാരമുണ്ട്, ജോലി ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്. നമ്മളുടെ ഇടയിൽ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധകമാണ്. ഒരു മരണ വീട്ടിൽ ചെല്ലുക, അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക, അവിടെ ചെന്ന് മരണം ആഘോഷിക്കുക ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അതിനൊന്നും എനിക്കൊന്നും പറയാനുമില്ല. പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യർ മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല, നിങ്ങൾ എൻ്റെയും ശത്രുവല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ജോലിയും എൻ്റെ സോഷ്യൽ വർക്കും എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് 10 പേര് അറിയാനോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല.
ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട്, എനിക്ക് നല്ലൊരു പേരും ഉണ്ട്. അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്ന് വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ്. മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചത്. അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ആരാടാണോ പറഞ്ഞിട്ടുള്ള അവരെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെൻ്റെ ഉത്തരവാദിത്വമല്ല. അതിലെനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ആ വോയിസിൻ്റെ ഉടമ ഞാൻ തന്നെയാണ്. ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ്. ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ആ വോയിസ് ഇട്ടതിൻ്റെ പുറകിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക്, ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇതിൻ്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ SP-ക്കും നമ്മുടെ ADGP-ക്കും പിന്നെ കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും. 101% അത് ഫയൽ ചെയ്യും. പിന്നെ അതൊന്നും എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട്. പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ്. പക്ഷേ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും ഞാൻ പറയുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൻ്റെ 4 ചുവടുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ, അബ്യൂസിങ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കേണ്ടതാണ്. അത് നിയമമാണ്. അത് നിയമം എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ്. താങ്ക് യു. എനിക്ക് സമയമില്ലായിരുന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് പുള്ളിക്കാരിയായിട്ട് അത് തേച്ചിട്ട് നല്ലതായിട്ട് വെളുത്തിട്ടുമുണ്ട്. ആ ക്രീം വാങ്ങിക്കാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നു. പിന്നെ അത് ഉപയോഗിച്ചാൽ 100% സേഫ് ആണോ എന്നുള്ളതൊന്നും ഷാജിദ ഉൾപ്പെടെ ആർക്കും പറയുവാനായിട്ട് സാധിക്കില്ല. ഇത് ഒരു ബിസിനസ് പോലെയൊക്കെയാണ് ഈ പുള്ളിക്കാരി ചെയ്യുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ വന്നിട്ട് ക്രീമിൻ്റെ ഉൽപ്പാദകർ ആരാണെന്നോ അതിൻ്റെ ചേരുവകൾ സംബന്ധിച്ചിട്ടോ അതിന് സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിലോ പിന്നെ അതിൽ യാതൊരു പ്രശ്നമോ പേടിക്കുള്ള ഒരു സാഹചര്യമോ ഇല്ല. പക്ഷേ ഈ പുള്ളിക്കാരി എന്ത് തരത്തിലുള്ള ക്രീമാണ് കൊടുക്കുന്നത് എന്നുള്ളത് അത് വാങ്ങിയവർക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. പലരും ഈ ഇൻസ്റ്റയിലും ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഓരോരോ പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് വളരെ നല്ലതാണ്, അത് ഉറപ്പായത് കൊണ്ട് മാത്രമാണ് ഇത് നിങ്ങളോട് പറയുന്നത് എന്നൊക്കെ. ജാസ്മിൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയും ഈ ടാൻ ഒക്കെ മാറാനായിട്ട് എന്തോ ക്രീമിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെ പ്രോഡക്റ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ചുരുക്കം ചിലർ ഈ ഓർഗാനിക് ആയിട്ടുള്ള സിമ്പിളായിട്ട് ഈ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഗ്ലിസറിൻ പോലെയുള്ള റോസ് വാട്ടറും ഒക്കെ ചേർന്ന മിശ്രിതം. ഇപ്പോൾ അടുത്തിടെ ദീപ്തി ടീച്ചർ മുഖം തിളങ്ങുന്നത് പോലെ ഒരുപാട് പേര് എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചപ്പോഴേക്ക് പുള്ളിക്കാരി ഇതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ പുള്ളിക്കാരി ഒരുപാട് കമ്പനിക്കാരൊക്കെ സമീപിച്ചെങ്കിലും അത് ഒരു കാശ് ഉണ്ടാക്കാനോ ഇത് വെച്ചിട്ട് ഒരു പ്രൊമോ ചെയ്യുവാനോ ഒന്നും പുള്ളിക്കാരി തയ്യാറല്ലായിരുന്നു. പിന്നെ ബാക്കി രമാ മാഡം ഇതിനെക്കുറിച്ചിട്ട് കുറേ പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കേൾക്കാം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനത്തെ ഓരോരോ പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കുവാനായിട്ട് അതിനുള്ള അധികാരം വേണം. അതിന് കുറേ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം പ്രവർത്തിക്കുവാൻ. പിന്നെ നിയമം വന്നിട്ട് എല്ലാവർക്കും ബാധകമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഈ മോശമായ വാക്കുകളും തെറിവിളിയും അടങ്ങിയിട്ടുള്ള അബ്യൂസീവ് ലാംഗ്വേജും ഒക്കെ ഉപയോഗിക്കുന്നതും വളരെ സൂക്ഷിച്ചു വേണം. അങ്ങനെ ചെയ്യരുതെന്നും നിയമമുണ്ട്. ഇപ്പോൾ ഈ ക്രീമിനെ കുറിച്ചിട്ട് ധാരാളം വിവാദങ്ങളൊക്കെ അടുത്തിടെ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ ഈ ഡോക്ടർ രമ ഇതിൽ ഇടപെട്ടിരിക്കുന്നതും ഇതെന്താണെന്നുള്ളത് അന്വേഷിക്കാനായിട്ടുള്ള ആ ഒരു പരിപാടിയിലോട്ട് മുമ്പോട്ട് പോകുന്നതുമൊക്കെ. ഇത് ഒരാളുടെ നേരെയുള്ള വ്യക്തി വൈരാഗ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, സമൂഹത്തിൻ്റെ നന്മയെ കരുതിയിട്ടാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഈ വെളുക്കുവാനാക്കിയ ഈ വെളുപ്പാണ് ആ സൗന്ദര്യത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് വിശ്വസിക്കുന്നവർ ധാരാളം പേരുണ്ട്. അപ്പം ഒരുപാട് പേര് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കുറച്ച് വെളുത്താലും നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ധാരാളം പ്രോഡക്റ്റ്സ് ഒക്കെ അവർ വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങി ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതുപോലെയുള്ള പ്രോഡക്റ്റ്സ് ശ്രദ്ധയോടെ നോക്കിയൊക്കെ
വാങ്ങിക്കുക. അതിൻ്റെ മാനുഫാക്ചറേഴ്സ് ആരാണ്, പിന്നെ എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, പിന്നെ സ്റ്റിറോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്രീമൊക്കെ ആണെങ്കിൽ അത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷനൊക്കെ ഇല്ലാതെ പോയി ഓവർ ദ കൗണ്ടറിലൊക്കെ വാങ്ങുകയോ ചുമ്മാ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുകയോ ചെയ്യാതെ വളരെ സൂക്ഷിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതുപോലെ ഈ കിഡ്നി പ്രോബ്ലംസ് ഇഷ്യൂസ് മാത്രമല്ല വേറെ ഒരുപാട് പ്രശ്നങ്ങൾ, ഈവൻ സ്കിൻ ക്യാൻസർ ഉൾപ്പെടെ പല പ്രശ്നങ്ങളും ഇത് കാരണം വരാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.